കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് കിലോയ്ക്ക് 50 രൂപ മുതൽ മുകളിലോട്ട് കിട്ടും. ആ പ്രോഡക്റ്റ് ഒരു കിലോയിൽ ഏറ്റവും കൊച്ചുകുട്ടി, അതായത് ന്യൂ ബോൺ ഇല്ലെങ്കിൽ എന്താ പറയുന്നത് 1 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഡ്രസ് ആണെങ്കിൽ ഒരു കിലോയിൽ 8-10 എണ്ണം വരെ കയറും. ഈ 10 എണ്ണം നമുക്ക് ഒരു പീസിന് 100 രൂപയ്ക്ക് വിറ്റാൽ പോലും നമുക്ക് 1000 രൂപ കിട്ടും. നമ്മൾ കിലോയ്ക്ക് 50 രൂപയ്ക്ക് മേടിച്ച പ്രോഡക്റ്റ് ആണ് ഇത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റും അട്രാക്ഷനും. വളരെ ചീപ്പ് റേറ്റിൽ കിഡ്സ് ഗാർമെന്റ്സ്, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളുടെ തുണിത്തരങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കാരണം മറ്റൊന്നുമല്ല, പലരും വന്ന് ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇതുപോലെയുള്ള കിഡ്സിന്റെ ഗാർമെന്റ്സ് തുടങ്ങാൻ താല്പര്യമുണ്ട്. എന്നാൽ കേരളത്തിൽ അത് ചീപ്പ് റേറ്റിൽ കിട്ടില്ല. കിട്ടുമെങ്കിൽ തന്നെ അത്ര ചീപ്പല്ല. അപ്പോൾ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ച് പലരും വന്നിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, കൊച്ചു കുട്ടികളുടെ, അതായത് ന്യൂ ബോൺ തൊട്ട് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ കൊല വിളിക്കും, അറിയാമല്ലോ. അപ്പോൾ ആ സാധനത്തിന് അത്രയും റേറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന, മേ ബി കിലോയ്ക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം വരെ ഇവിടെ 500-600 പെർ പീസ് വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ലാഭമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിഡ്സിന്റെ ഗാർമെന്റ്സ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയൊരു പരിപാടി തുടങ്ങാൻ പറ്റും. അതിന് ഷോപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് സ്റ്റോക്ക് എടുത്തുകൊണ്ട് ഓൺലൈൻ മാർക്കറ്റ് വഴി, അല്ലെങ്കിൽ ഓൺലൈനിൽ സമൂഹ മാധ്യമങ്ങൾ വഴി നിങ്ങൾക്ക് മാക്സിമം ആളുകളിലേക്ക് അത് എത്തിച്ച് അവർക്ക് വിൽക്കാവുന്നതാണ്. എന്നാൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം, എങ്ങനെയാണ് ഇത്ര ചീപ്പായിട്ട് ഇത് കൊടുക്കാൻ കഴിയുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ യൂണിറ്റുകളൊക്കെ തന്നെ, അതായത് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആണ്. അതായത് അവരുടെ മാക്സിമം പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ വരുന്ന കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ എക്സ്പോർട്ട് ചെയ്ത സാധനം റിജക്റ്റ് ചെയ്ത് തിരിച്ചു വരും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി എടുത്ത ഓർഡർ ക്യാൻസൽ ചെയ്യപ്പെടും. ഈ ഓർഡർ എന്ന് പറയുമ്പോൾ വലിയ കണ്ടെയ്നറുകളിലാണ് പോകുന്നത്. 20 ഫീറ്റ് 40 ഫീറ്റ് കണ്ടെയ്നറുകളിൽ പോകുന്ന പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് കിഡ്സിന്റെ ഗാർമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ 10,000-കണക്കിന് ഗാർമെന്റ്സ് കാണും ഇതിനകത്ത്, ഒരൊറ്റ കണ്ടെയ്നറിനുള്ളിൽ. ഈ 10,000-കണക്കിന് ഗാർമെന്റ്സ് റിജക്റ്റ് ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, എങ്ങനെയെങ്കിലും ഇത് വിറ്റഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ക്വാളിറ്റിയും കാണും. ഓക്കെ, അത് ഒരു ഭാഗം. 2 ചെറിയ ഡാമേജസ് ഉള്ള പ്രോഡക്റ്റുകളുണ്ട്. ഈ ഹോസിയർ ഐറ്റം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ എവിടെയെങ്കിലും ചെറിയ ഡാമേജസ് വരും. ആ ഡാമേജസ് ഉള്ള സാധനം നല്ല മാർക്കറ്റിലൊന്നും വിറ്റുപോകില്ല. അപ്പോൾ അത് ഏറ്റവും ചീപ്പ് റേറ്റിൽ എങ്ങനെയെങ്കിലും അത് വിൽക്കാനുള്ള ത്വരയോടുകൂടി അത് വിൽക്കപ്പെടും. പിന്നെ വളരെയധികം സർപ്ലസ് വരാറുണ്ട്, പല രീതിയിലുള്ള സർപ്ലസുകൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. അതായത് 50 രൂപയ്ക്ക് പകരം 100 രൂപ കിട്ടിയാലേ കൊടുക്കൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് അവിടെ കിടക്കും. അതുകൊണ്ട് മാക്സിമം അതവർ പെട്ടെന്ന് വിറ്റഴിക്കും. ഇങ്ങനെയുള്ള മാർക്കറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റ് ഉള്ളത് തിരുപ്പൂരാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂരാണ്. ഹോസേരി ഐറ്റംസിന്റെ മാർക്കറ്റ്, വലിയ മാർക്കറ്റാണത്. മാനുഫാക്ചേഴ്സും ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ കിട്ടുന്നത് കുട്ടികളുടെ ടീഷർട്സ്, ഫ്രോക്സ്, ഷോർട്സ്, നൈറ്റ് വിയേഴ്സ്, ഇതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അവിടുത്തെ പോയിന്റുകൾ കൂടെ പറയാം എവിടെ കിട്ടും എന്നുള്ളത്. 1, ഡോളർ ആൻഡ് ഫെദേഴ്സ് ഗാർമെന്റ്സിൽ കിട്ടും. 2, റെക്സ് അപ്പാരൽസിൽ കിട്ടും. 3, ഈസ്റ്റ്മാൻ ഗാർമെന്റ്സിൽ കിട്ടും. ഇതൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അടുത്തതാണ് സൂറത്ത്, ഗുജറാത്തിലെ സൂറത്ത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏതൊക്കെ പോയിന്റിലാണ് കിട്ടുന്നത് എന്ന് നോക്കാം. 1, റിംഗ് റോഡ് ഹോൾസെയിൽ മാർക്കറ്റിൽ കിട്ടും. 2, ന്യൂ ബോംബെ മാർക്കറ്റിൽ കിട്ടും. 3, ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ കിട്ടും. അവിടെ കൂടുതലും കിട്ടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സർപ്ലസുകളാണ് ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ കിട്ടുന്നത്. കൂടാതെ അത് കിലോഗ്രാം റേറ്റിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ
കാര്യം. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ വെസ്റ്റ് ബംഗാളിന് പോകാം. കൊൽക്കത്ത. അവിടെ ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബഡാ ബസാറിലാണ്. നമ്മൾ ബഡാ ബസാർ എന്ന് പറയും, അവൾ ബഡാ ബസാർ എന്ന് പറയും. അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൂടാതെ ഹോൾസെയിൽ ഷോപ്പായിട്ടുള്ള മെറ്റിയാബ്രസിലും ഇത് കിട്ടും. ഇനി നമുക്ക് ഡൽഹിയിലോട്ട് പോകാം. ഈ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഗാന്ധിനഗറിലാണ്. ഗാന്ധിനഗറിൽ വീടുകളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട്. പിന്നെ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗാർമെന്റ് ഹോൾസെയിൽ മാർക്കറ്റ് കൂടിയാണ് ഈ ഗാന്ധിനഗർ എന്ന് പറയുന്നത്. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ കരോൾ ബാഗിലെ ടാങ്ക് റോഡ്, അവിടെ ഇതുപോലുള്ള സർപ്ലസുകൾ ഒരുപാട് കിട്ടും. കിലോ കണക്കിന്, കിലോ റേറ്റിന് കിട്ടും. ഇനി നമ്മൾ നേരെ വരുന്നത് മഹാരാഷ്ട്ര മുംബൈയിലേക്കാണ്. മുംബൈ മാർക്കറ്റ് ഇതിന് പ്രശസ്തമാണ്. എക്സ്പോർട്ട് സർപ്ലസ് ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും മെയിൻ ആയിട്ട് അവിടെ കിട്ടുന്നത്, നിങ്ങൾ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ധാരാവിയിൽ എക്സ്പോർട്ട് സർപ്ലസ് മാർക്കറ്റ് ഉണ്ട്. അവിടെ ഇത് കിട്ടും. പിന്നെ കിട്ടുന്നത് ഹിന്ദ് മാതാ മാർക്കറ്റിലാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്ന മെയിൻ സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സഹിതം ലഭിക്കും. ഓക്കെ, നിങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്, കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ലാത്ത വ്യക്തിയാണ്, പുറത്തു പോകാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ബന്ധുമിത്രാദികൾ കാണും, സുഹൃത്തുക്കൾ കാണും. അവരെ വിളിക്കുക, അവരോട് പറയുക, ഈ സ്ഥലങ്ങളിൽ പോയി ഒന്ന് അന്വേഷിച്ച് കാര്യമായിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പറയുക, വീഡിയോ കോൾ ചെയ്യുക, വീഡിയോയിലൂടെ അത് കാണിക്കുക. ഡീൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ പറ്റും. ഒരു ഡീൽ കൃത്യമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോൺ കോളിനപ്പുറത്ത് ഈ പ്രോഡക്റ്റുകളെല്ലാം റെഡി ആയിരിക്കും. അവർ പാഴ്സൽ അയച്ചു തരും. നിങ്ങൾ അതിന്റെ പണം കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അടുത്തതാണ് ഓൺലൈൻ മാർക്കറ്റ്. ഏറ്റവും നല്ലത്, ഈ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മാർട്ട് തന്നെയാണ്. ഇന്ത്യ മാർട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള ഡീലേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും ഒക്കെ അവിടെ കിട്ടും. ഇന്ത്യ മാർട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അവിടെ അവരുടെ ഡീറ്റെയിൽസ് എൻലിസ്റ്റ് ചെയ്യുന്നു, അവരെ വിളിക്കേണ്ട കസ്റ്റമേഴ്സ് അവരെ വിളിക്കുന്നു, അവരുമായിട്ട് ഡീൽ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇന്ത്യ മാർട്ടിന് പിന്നെ എന്താണ് ഇതിൽ പങ്ക്? ഇന്ത്യ മാർട്ടാണ് ഈ സെല്ലേഴ്സിന് ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ മാർട്ടിന്റെ നമ്പറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ നമ്പേഴ്സ്. അപ്പോൾ ഇന്ത്യ മാർട്ടിൽ ചെല്ലാതെ ഒരു കോള് പോലും ഈ പാർട്ടിയുടെ അടുത്തേക്ക് ചെല്ലില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യ മാർട്ടിന് ഇത് വാച്ച് ആൻഡ് വൗച്ച് ചെയ്യാൻ പറ്റും. ഇന്ത്യ മാർട്ട് ഓൾറെഡി ഇവരോടെല്ലാം ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിനുള്ള പേയ്മെന്റ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ പ്രത്യേകം കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തിരക്കേണ്ട കാര്യം അവർക്കില്ല. ഓൾറെഡി അവർ പേയ്മെന്റ് മേടിച്ചിട്ട് പരസ്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹോൾസെയിലേഴ്സിനോടാണ്. അപ്പോൾ നമ്മളാണ് റിസ്ക് ഫാക്ടറിൽ വരുന്നത്. നമ്മൾ ആ റിസ്ക് ഫാക്ടർ ഒഴിവാക്കി വേണം ഇവരുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു രൂപ പോലും നമ്മളുടെ വേസ്റ്റ് ആയിട്ട് പോകാതെ വേണം നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. ഈ പറയുന്ന ഈ വീഡിയോ ചെയ്യുന്ന ഞാനോ ഇന്ത്യ മാർട്ടോ ഒന്നും അതിൽ പങ്കാളികളല്ല, ഉത്തരവാദികളല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയുള്ളത് ട്രേഡ് ഇന്ത്യയാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ട്രേഡ് ഇന്ത്യയാണ്. ട്രേഡ് ഇന്ത്യയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അവർ പേയ്മെന്റ് മേടിച്ച് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, നമ്മൾ അത് കാണുന്നു, നമ്മൾ പാർട്ടിയെ വിളിക്കുന്നു, ഡീൽ ചെയ്യുന്നു. പിന്നെ ഉള്ളത് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് സൂറത്ത് എന്ന് പറഞ്ഞൊരു ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ട്. അത് സൂറത്തിലെ മാത്രം ചെയ്യുന്ന ഒരു സൈറ്റാണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറാം. ഈ പറഞ്ഞ സൈറ്റുകളൊക്കെ ഗൂഗിളിലോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തും. പിന്നെ ഉള്ളത് JD മാർട്ട് ആണ്. JD മാർട്ടിനും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഞാൻ ആ ഇന്ത്യ മാർട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് കിലോയ്ക്ക് 50 രൂപ മുതൽ മുകളിലോട്ട് കിട്ടും. ആ പ്രോഡക്റ്റ് ഒരു കിലോയിൽ ഏറ്റവും കൊച്ചുകുട്ടി, അതായത് ന്യൂ ബോൺ ഇല്ലെങ്കിൽ എന്താ പറയുന്നത് 1 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഡ്രസ് ആണെങ്കിൽ ഒരു കിലോയിൽ 8-10 എണ്ണം വരെ കയറും. ഈ 10 എണ്ണം നമുക്ക് ഒരു പീസിന് 100 രൂപയ്ക്ക് വിറ്റാൽ പോലും നമുക്ക് 1000 രൂപ കിട്ടും. നമ്മൾ കിലോയ്ക്ക് 50 രൂപയ്ക്ക് മേടിച്ച പ്രോഡക്റ്റ് ആണ് ഇത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റും അട്രാക്ഷനും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.